ഇന്നത്തെ നമ്മുടെ റെസിപ്പി സാധാരണ നമ്മൾ തട്ടുകടയിൽ നിന്നും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം വാങ്ങി കഴിക്കുന്ന ഗോബി 65 ഒട്ടും തന്നെ മസാലയൊന്നും പോവാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് കാണിക്കാൻ പോണത്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ ഒട്ടും തന്നെ മസാലയൊന്നും പോവാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് വലിയ ഒരു കോളിഫ്ലവർ ആണ് നമ്മളിപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കരുത്. ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ശേഷം ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ തന്നെ സ്റ്റൗവിൽ ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. ഒരുപാട് സമയം വേവിക്കേണ്ട. ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഫുള്ളായിട്ട് ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാണ്ട് ഫുള്ളായിട്ട് നമ്മൾ വെള്ളത്തിൽ നിന്നും ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് എടുത്തിട്ട് ഫുള്ളായിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതാവുമ്പോൾ നല്ല കളറായിരിക്കും, ഒട്ടും തന്നെ എരിവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് വേണേലും ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാർ അടച്ച് വെച്ച് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ ഒരു ബൗളിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1-2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സോയ സോസും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി വേണ്ടത് 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെയാണ്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ശേഷം ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 1/4 കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മുടെ ഗോബി 65ന് മസാല വേറിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് അളവിൽ കോൺഫ്ലോർ ആണ്. ആ കോൺഫ്ലോർ അളന്നെടുത്തിട്ടുള്ള സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വയ്ക്കുക. ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് ഇതുണ്ടാവുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോളിഫ്ലവർ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രം ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുക. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ കോളിഫ്ലവറിൽ നന്നായിട്ട് മസാലയെല്ലാം നന്നായിട്ട് പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നേരത്തെ തന്നെ സ്റ്റൗവിലൊരു ചീനച്ചട്ടി വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മുടെ കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കുക, ഇളക്കാതെ വെക്കുക. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പതിയെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം 1 മിനിറ്റും കൂടെ ഇതുപോലെ തന്നെ വെക്കുക. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും നെടുക കീറിയിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കളറെല്ലാം മാറി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.